ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി കണ്ടിന്യൂ അതുപോലെ ബ്രേക്ക് എന്ന് പറയുന്ന രണ്ട് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആക്ച്വലി ബ്രേക്ക് നമ്മൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി സ്വിച്ച് പോലുള്ള കേസസിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, റൈറ്റ്? അപ്പോൾ ഞാൻ ആക്ച്വലി സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എഴുതുവാണ്. ഓക്കെ, സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ആക്ച്വലി ഞാൻ എഴുതുവാണ്. വോയിഡ് മെയിൻ ആൻഡ് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഫോർ ലൂപ്പ് എഴുതുവാണ്. ഓക്കെ, ഫോർ ലൂപ്പ് എഴുതുവാണ്. I equal to 0 and I less than 5 I plus plus. ഓക്കെ, ഇങ്ങനെ ഞാനൊരു റാൻഡം ഫോർ ലൂപ്പ് എഴുതി. എന്നിട്ട് ഞാൻ എന്താ പ്രിൻ്റ് ചെയ്യാൻ പറയുവാണ്, അല്ലേ? പ്രിൻ്റ് ചെയ്യാൻ പറയുവാണ്. ആ സംഖ്യ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറയുവാണ്. അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ്, 1 തൊട്ട് 0 to 4 വരെ പ്രിൻ്റ് ചെയ്യിക്കുകയാണ് ഈ ലൂപ്പ് ചെയ്യുന്നത്, റൈറ്റ്? കണ്ടോ, ജസ്റ്റ് ഒന്ന് തന്നെ കൊടുക്കാം. കണ്ടോ, 1 2 3 4 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്തത്, റൈറ്റ്? 1 2 3 4 0 1 2 3 4, റൈറ്റ്? അതാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ 0 1 2 3 4 എന്നും പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അതായത് ലൂപ്പിൻ്റെ അകത്ത് നമ്മളൊരു ബ്രേക്ക് വിളിക്കുകയാണെങ്കിൽ ബേസിക്കലി ആ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ലൂപ്പിൻ്റെ വെളിയിലോട്ട് വരും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ലൂപ്പിൻ്റെ അകത്താണെങ്കിൽ ആ ലൂപ്പിൻ്റെ വെളിയിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് വിളിക്കുകയാണെങ്കിൽ ബേസിക്കലി ആ ലൂപ്പിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമുക്കന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിന് മുകളിൽ ഇപ്പോൾ 0 to 4 വരെ പ്രിൻ്റ് ചെയ്തല്ലോ. അപ്പോൾ ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഐയുടെ വാല്യൂ 1 ആകുവാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ 4 ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ബ്രേക്ക് ചെയ്യും. 4 ആകുവാണെങ്കിലല്ല, നമുക്ക് 2 കൊടുക്കാം. 4 ആകുവാണെങ്കിൽ ഓൾറെഡി തീരുമല്ലോ. കണ്ടോ, 0യും 1ഉം മാത്രമേ പ്രിൻ്റ്. കാര്യം എന്താ, ഐയുടെ വാല്യൂ 2 ആകുന്ന സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് വെളിയിലോട്ട് വന്നു. പിന്നെ ലൂപ്പിൻ്റെ അകത്ത് നിൽക്കോ ഇല്ല, അതുകൊണ്ട് അടുത്ത വാല്യൂസ് പ്രിൻ്റ് ചെയ്യത്തില്ല. അപ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമുള്ളൂ. ഇനി ഇതുപോലെ തന്നെ എന്താണ് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബേസിക്കലി കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം കൺസെപ്റ്റ് ഇതെന്ന് പറയുന്നത് ലൂപ്പിൻ്റെ വെളിയിലോട്ട് വരും. പക്ഷേ കണ്ടിന്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇറ്ററേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ അടുത്ത ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇപ്പോൾ ഐ ഈക്വൽ ടു 2 എന്ന് ഞാൻ ഈ ബ്രേക്ക് മറ്റേ കണ്ടിന്യൂ കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. 0 1 3 4 എന്താ സംഭവിച്ചത്, ഐയുടെ വാല്യൂ 2 ആകുന്ന സമയത്ത് ബേസിക്കലി ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലൂപ്പിലോട്ട് പോകും. അടുത്ത ഐറ്ററേഷനിലോട്ട് പോകും. ആ ഒരു പ്രിൻ്റ് വർക്ക് ചെയ്യാതെ അടുത്ത ഐറ്ററേഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പോൾ ഐയുടെ വാല്യൂ ഞാനിവിടെ ഇത് 2 മാറ്റി 3 കൊടുത്താലോ, 3 ഇവിടെ പ്രിൻ്റ് ചെയ്യില്ല. പ്രിൻ്റ് ചെയ്ത കാര്യം എന്താ, ബേസിക്കലി 3 ആകുവാണെങ്കിൽ നെക്സ്റ്റ് ഐറ്ററേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പിലോട്ട് നേരെ ഐയുടെ വാല്യൂ 4 ആകുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രിൻ്റ് ആകാത്തത്. അതായത് കണ്ടിന്യൂ വിളിക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 3 ആകുന്ന സമയത്ത് കണ്ടിന്യൂ വിളിക്കാൻ നേരത്ത് ബേസിക്കലി അടുത്ത ലൂപ്പിലോട്ട് ഡയറക്റ്റ്ലി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ബ്രേക്കും കണ്ടിന്യൂവിൻ്റെയും ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്, റൈറ്റ്?